ഇന്നും ഉണ്ടോ പെണ്ണ് കാണൽ? നന്ദിനി, അമ്മായി ഇവിടെ ഇല്ലേ? കണിയനോട് പോയി ചോദിക്കൂ. ഒന്നിരിക്കുന്നു രാവിലെ. ഭയങ്കര സ്റ്റൈല് തന്നെ പെണ്ണിന്. അമ്മായി, ചായ കുടിക്കാൻ ഒരാളൂടി ഉണ്ട് കേട്ടോ. അച്ഛതനോ? കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എന്ത് പറയാനേ അമ്മായി, ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആ, എന്തായി മോനെ നിന്റെ ജോലിയുടെ കാര്യം? ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ ഇത്ര ചിരിക്കാൻ? തമാശ കേട്ടതുപോലെ. നീ ഇപ്രാവശ്യം ജയിച്ചില്ലോടി. അമ്മായി എവള് 7 പ്രാവശ്യം എഴുതിയില്ലേ? ഇതുവരെ ജയിച്ചില്ലേ? എവിടെ ജയിക്കാൻ? ഇവള് പാസ്സായ ഞാൻ തിരുപ്പതി പോയി തല മുണ്ടനം ചെയ്യാന്ന് വരെ നേർന്നതാ. അതുകൊണ്ടും രക്ഷയുണ്ടായില്ല. രക്ഷയുണ്ടായി. അമ്മായിയുടെ തല രക്ഷപ്പെട്ടല്ലോ. അത് നേരാ. അമ്മ ഇനി ഇക്കാര്യം നാട്ടിൽ ആരോടും പറയാൻ ബാക്കിയില്ലല്ലോ. കേട്ടാ തോന്നും അമ്മ വലിയ IAS ആണെന്ന്. ആ കാപ്പി അച്ഛന് കൊടുക്കടേ. വേറെ ഒഴിച്ചു കൊടുത്താ മതി. ദേ, ഞാനിന്ന് വെച്ചു തന്നാലുണ്ടല്ലോ. ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങോട്ടൊരു പ്രാന്ത് കേട്ടില്ലേ? തല പോയാലും ഗൾഫിൽ ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ല പോലും. ഡോക്ടറും വേണ്ട, എഞ്ചിനീയറും വേണ്ട. അല്ല, 1-2 ഗൾഫുകാർ കല്യാണാലോചനയായിട്ടൊക്കെ വന്നിരുന്നു എന്ന് കേട്ടല്ലോ. ഒന്നും ശരിയായില്ല മോനെ. ഏതോ അസൂയക്കാര് മുടക്കിയതാണെന്നാ പറയുന്നത്. ആട്ടെ, ഇപ്പോ വേറെ വല്ല ആലോചന ഉണ്ടോ? ആ, അടുത്ത ബുധനാഴ്ച പുതുക്കാട്ട് നിന്നൊരു ആലോചന വരുന്നുണ്ട്. എവിടുന്ന? പുതുക്കാട്ടിന്ന്. വലിയ തറവാട്ടുകാരാണത്രേ. ചെറുക്കൻ ദുബായിലാ. ഈ പുതുക്കാട്ട് പാർട്ടിയുടെ വീട്ടുപേരറിയാമോ? എന്തോ പറഞ്ഞു. എന്തെന്നാടി അവരുടെ വീട്ടുപേര്? വടക്കേ ചേളകത്ത്. ആ, അതെ. ഒക്കെ കാണാതെ പിടിച്ച് വെച്ചിരിക്കല്ലേ. നിന്റെയൊക്കെ യോഗമടി. വടക്കേ ചേളകം. ഇയാളെ ഏത് നേരത്തെ ദൈവം സൃഷ്ടിച്ചോന്തോ. മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിക്കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുരു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ടാവുന്ന മാഷ പറഞ്ഞിടുവാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മാഷ എന്താ അങ്ങനെ പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തരം കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിടക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്കി ഗ്രൂപ്പ്? കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തെളിച്ചു പറ. എല്ലാം പറയാം. അതിനുമുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ വല്ലതും കഴിച്ചിട്ടാവട്ടെ.